അപ്പോൾ എങ്ങനെയാ സുരേന്ദ്ര? കാര്യങ്ങളൊക്കെ വിശദമായി പറയുകയല്ലേ? കയ്യിലിരുന്ന പേപ്പർ വെയിറ്റ് ടേബിളിന് മേലെ വെച്ചിട്ട് ഷുക്കൂർ തിരക്കി. സാർ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പേടി കൊണ്ട് അയാൾ വല്ലാതെ വിറച്ചു. അതെന്താ സുരേന്ദ്ര, നിന്നെ കാണാൻ വന്നപ്പോൾ ബിനോയ് പറഞ്ഞില്ലേ 30 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അരുന്ധതിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്ന്? ടേബിൾ കൈ ഊന്നി അതിൽ താടി ചേർത്ത് മുന്നോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല സാറേ. അന്ന് അവരെ കാണാതെയാകുമ്പോൾ എനിക്ക് 22 വയസ്സേയുള്ളൂ. ഷുക്കൂറിന്റെ മുഖത്ത് നോക്കാതെ സുരേന്ദ്രൻ പറഞ്ഞൊപ്പിച്ചു. അത് കൊള്ളാമല്ലോ. അന്ന് നിനക്ക് പ്രായം കുറവാതെ കൊണ്ട് ഒന്നും അറിഞ്ഞില്ല എന്നാണോ? സുരേന്ദ്രന്റെ കണ്ണുകളിലെ പിടപ്പുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഷുക്കൂർ തിരക്കി. എനിക്കൊന്നും അറിയില്ല സാറേ. സുരേന്ദ്രൻ വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. അപ്പോ ഒന്നും അറിവില്ലാത്ത സുരേന്ദ്ര, അരുന്ധതി പോയി മാസം 1 തികയും മുമ്പ് സഹോദരിക്ക് വേണ്ടി അനന്തനെ ആലോചിച്ച് അച്ഛനൊപ്പം ചെന്നത് എന്തിനാണ്? എന്റെ അനിയത്തിക്ക് നിങ്ങളെ ജീവനാണ്, നിങ്ങൾ അവളെ കെട്ടണമളിയ എന്ന് അയാളോട് നീയല്ലേടാ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ നിനക്കൊന്നും അറിയില്ല അല്ലേടാ? കസേരയ്ക്ക് പിന്നിൽ നിന്ന് സുരേന്ദ്രന്റെ ഷോൾഡറിൽ ഇരു കൈകൊണ്ടോ അടിച്ച് ഞെരിച്ചു പിടിച്ചുകൊണ്ട് ഷുക്കൂർ ചോദിച്ചു. വേദന കൊണ്ട് സുരേന്ദ്രൻ ഞെളിപിരി കൊണ്ടുപോയി. സാറേ, ഞാൻ, അയാൾ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ വിളിച്ചു. ആ, ഞാനെന്ന് തൊട്ടപ്പോൾ നീ ഈ നിലവിളിയാണെങ്കിൽ എന്റെ പിള്ളേര് നിന്നെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നീ എങ്ങനെ പിടിച്ചു നിൽക്കും സുരേന്ദ്ര? കാശിയുടെ മൊബൈലിലേക്ക് കോൾ കൊടുത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒന്നുകൂടെ നോക്കി ഷുക്കൂർ ചോദിച്ചു. സാർ, ഹേമയ്ക്ക് അനന്തനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അച്ഛനൊപ്പം പോയതാണ്. അല്ലാതെ എനിക്കതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. മുഖം കുനിച്ചിരുന്ന് മെല്ലെ പറഞ്ഞു സുരേന്ദ്രൻ. ഷുക്കൂറിന് അയാളുടെ ആ താളം ചവിട്ടൽ കണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എങ്കിലും മറുഭാഗത്ത് ആകാംക്ഷയോടെ ഇരുന്ന കാശി ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടി. സഹോദരിയുടെ ആഗ്രഹത്തിന് അച്ഛൻ്റെ കൂടെ നിങ്ങൾ പോയി. ഉടനെ അനന്തൻ സമ്മതിക്കുകയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു, അങ്ങനെയല്ലേ? ഷുക്കൂർ ചോദിച്ചതിന് സുരേന്ദ്രൻ ഒന്നും മൂളി. അല്ല, ഈ അരുന്ധതി പോയ ഉടനെ കാത്തിരുന്നത് പോലെ നിങ്ങളുടെ സഹോദരിക്ക് അയാളോട് പ്രേമം പൊട്ടിമുളച്ചോ? അയാൾക്കും അതേ പ്രേമം നിങ്ങളുടെ സഹോദരിയോട് ഉണ്ടായിരുന്നോ? ഷുക്കൂർ ചോദിക്കെ അയാൾ ഞെട്ടി മുഖമുയർത്തി. സുരേന്ദ്രൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ചോദ്യമായിരുന്നു അത്. എന്തേ, നിനക്ക് മറുപടിയില്ലേ? ആ ചോദ്യത്തിന് ഉമിനീർ വിഴുങ്ങിപ്പോയി സുരേന്ദ്രൻ. മോനെ സുരേന്ദ്ര, ഞാനൊരു കാര്യം പറയട്ടെ? ചോദിച്ചുകൊണ്ട് സുരേന്ദ്രന്റെ തൊട്ടുമുന്നിൽ കസേര വലിച്ചിട്ട് അതിലേക്കിരുന്നു ഷുക്കൂർ. എന്തെന്ന ഭാവത്തിൽ മുഖമുയർത്തി ദയനീയമായി ഷുക്കൂറിനെ നോക്കി സുരേന്ദ്രൻ. നിന്റെ അച്ഛനും നീയും ഒക്കെ ചേർന്നാണ് ആ സ്ത്രീയെ അനന്തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്നൊക്കെ വ്യക്തമായി അറിഞ്ഞിട്ടാണ് കാശി ഈ കേസ് റീ ഓപ്പൺ ചെയ്യാൻ എന്നെ സമീപിച്ചത്. ഇനി നീ ആയിട്ട് അതെങ്ങനെ, ഏത് രീതിയിൽ എന്ന് സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവരെ കുറ്റത്തിന് നീ എണ്ണിക്കും ഞാൻ. പറഞ്ഞിട്ട് അയാൾക്ക് മുന്നിൽ ചേറിൽ ചാരി കൈയും കെട്ടിയിരുന്നു ഷുക്കൂർ. സാർ, വിറയലോടെ വിളിച്ചു സുരേന്ദ്രൻ. ഷുക്കൂർ ആവട്ടെ അയാളുടെ കണ്ണിലെ പിടപ്പും കൈകളിലെ വിറയലും ആസ്വദിച്ചിരുന്നു. ഇനിയും പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ എൻ്റെ പിള്ളേരോട് പറയാം സുരേന്ദ്രനോട് കാര്യമായി സ്നേഹത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാൻ. പറഞ്ഞിട്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ഷുക്കൂർ. വേണ്ട സാർ, ആരെയും വിളിക്കണ്ട. ഞാൻ പറയാം എനിക്കറിയുന്നത്. ഞാൻ പറഞ്ഞോളാം. ഇനിയും ഞാനൊന്നും ഒളിക്കുന്നില്ല. ഷുക്കൂർ എഴുന്നേൽക്കുന്നത് കണ്ട് സുരേന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു. നീട്ടിയൊന്ന് മൂളിയിട്ട് ഷുക്കൂർ വീണ്ടും കസേരയിലേക്ക് ഇരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ സുരേന്ദ്രൻ പറഞ്ഞു തുടങ്ങി. ഹേമയ്ക്ക് ആദ്യമേ അനന്തനോട് പ്രണയം. പക്ഷെ അതവൾ ഞങ്ങൾ ആരോടെങ്കിലും പറയും മുൻപ് അമ്മാവൻ അനന്തന്റെ വിവാഹം അരുന്ധതിയുമായി തീരുമാനിച്ചു. അപ്പോഴൊന്ന് ഹേമ അവളുടെ ഇഷ്ടം ഞങ്ങളോട് പറഞ്ഞതേയില്ല. പക്ഷേ അനന്തന്റെ കല്യാണ രാത്രി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളെ സമയത്ത് കണ്ടെത്തി പാതിരാത്രി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിച്ചു. എങ്കിലും മനോനിലയിൽ ആകെ മാറ്റമുണ്ടായി. അതൊന്നും ആരും അറിയാതിരിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. അമ്മയ്ക്ക് അതേക്കുറിച്ച് വലിയ അറിവില്ല. അച്ഛൻ കൂടുതൽ ദിവസവും ഞങ്ങൾക്കൊപ്പം അവിടെ ഉണ്ടാവും. അവളൊന്ന് ശരിയായി വരുന്നത് കൊണ്ട് തന്നെ അരുന്ധതി ഗർഭിണിയായതൊന്നും ഞങ്ങൾ ഹേമയെ അറിയിച്ചിരുന്നില്ല. ഇതിനിടെ മാസങ്ങൾക്ക് ശേഷം അനന്തന് ഒരു മോനുണ്ടായി എന്ന് അമ്മ വിളിച്ച് അവളോട് പറഞ്ഞതോടെ വീണ്ടും അവൾ മാനസികമായി തകർന്നു. അന്ന് വീണ്ടും മരിക്കാൻ ശ്രമിച്ചവൾക്ക് അച്ഛൻ വാക്ക് കൊടുത്തു, അനന്തനെ ഏത് വിധേനയും അവൾക്ക് നേടിക്കൊടുക്കുമെന്ന്. അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അച്ഛനൊപ്പം ഞാനും നിന്നുവെങ്കിലും അച്ഛൻ ഇത്രയേറെ മോശമായൊരു കാര്യം ചെയ്യുമെന്ന് സത്യമായും എനിക്കറിയില്ലായിരുന്നു. കുനിഞ്ഞിരുന്ന് ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴും നിന്റെ ആ ചത്തുപോയ പരട്ടത്തന്ത അരുന്ധതിയെ എന്തു ചെയ്തു എന്ന് നീ പറഞ്ഞില്ലല്ലോ സുരേന്ദ്ര. ടേബിളിൽ ഒന്നടിച്ചു അയാളെ തുറിച്ചു നോക്കിക്കൊണ്ട് ഷുക്കൂർ തിരക്കി. അത് അച്ഛൻ ഞങ്ങളുടെ കാര്യസ്ഥനായിരുന്ന നാണുവിനെയും കൂട്ടി അമ്പലത്തെ തൊഴുവാൻ വന്ന അരുന്ധതിക്ക് അരികിൽ വന്നു അനന്തന് ആക്സിഡന്റ് ആയെന്ന് കള്ളം പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് വിശ്വസിച്ച അരുന്ധതി അവർക്കൊപ്പം കാറിൽ കയറി. എന്നിട്ട്
സുരേന്ദ്രൻ പറഞ്ഞു നിർത്തിയതും ഷുക്കൂർ വീണ്ടും തിരക്കി. എന്നിട്ട് ഞങ്ങളുടെ വയനാട്ടിലെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. ആ വഴിക്ക് കാറിൽ വച്ച് തന്നെ അച്ഛൻ അനന്തതയെ ഉപദ്രവിച്ചു. ഒരു മകളെപ്പോലെ കാണേണ്ട മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന അയാൾക്കും കാഴ്ചവെച്ചു. സുരേന്ദ്രൻ അടക്കാൻ കഴിയാത്തൊരു കിതപ്പോടെ പറഞ്ഞു. അന്ന് ആ കാറിൽ നിന്റെ അച്ഛനും കാര്യസ്ഥനും മാത്രമല്ലല്ലോ സുരേന്ദ്ര ഉണ്ടായിരുന്നത്, അതിൽ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഷുക്കൂർ നിവർന്നിരുന്നുകൊണ്ട് ചോദിച്ചു. സുരേന്ദ്രൻ വിയർത്തു കുളിച്ച് ഒരു പരിങ്ങലോടെ അയാളെ നോക്കി. എന്നെ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞോ, ആരാണ് ആ സ്ത്രീ? ഹേമയോ അതോ നിങ്ങളുടെ അമ്മ ജാനകിയോ? അമ്മയല്ല, പാവം, എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഹേമയാണ് കാറിലുണ്ടായിരുന്നത്. അരുന്ധതിയുടെ തലയ്ക്കടിച്ച് ആദ്യം പരിക്കേൽപ്പിച്ചത് ഹേമയാണ്. അബോധാവസ്ഥയിൽ കിടന്ന അവളെ അവർക്ക് ഇട്ടുകൊടുത്തിട്ട് പകുതി വഴിയിൽ അവളിറങ്ങി. പറഞ്ഞിട്ട് മുഖം പൊത്തി കുനിഞ്ഞിരുന്ന് ആർത്ത് കരഞ്ഞു അയാൾ. അതിലേറെ ഉച്ചത്തിൽ ഒരുവൻ ആ ഫോൺ കോളിനപ്പുറം അവൻ്റെ അമ്മയെ ഓർത്ത്, അവർ അനുഭവിച്ച നരകയാതന ഓർത്ത് അലറിക്കരഞ്ഞു. ഇരു കൈകൊണ്ടും തലമുടി പിച്ചിപ്പറിച്ച് ആർത്ത് കരയുന്ന കാശിയെ നിറമൊഴിയോടെ ചേർത്ത് പിടിച്ചു അമലും ഫായിസും. എൻ്റെ അമ്മയെ ഞാൻ എന്തോരം വെറുത്തിട്ടുണ്ട് അമലേ. കുഞ്ഞിലെ ആ ബോർഡിങ്ങിൽ ബെഡിൽ പനിച്ചു ചുരുണ്ട് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ എത്രയോ വട്ടം ശപിച്ചിട്ടുണ്ട് എന്നറിയോ? എല്ലാവരെയും കാണാനും കൂട്ടിക്കൊണ്ടു പോകാനുമൊക്കെ അമ്മയും അച്ഛനും വരുമ്പോൾ റൂമിൻ്റെ വാതുക്കൽ ഒറ്റയ്ക്ക് നിന്നൊരു 10 വയസ്സുകാരൻ കരഞ്ഞ കരച്ചിലൊന്നും ദൈവം പോലും കേട്ടില്ലല്ലോ. ചുവരിൽ തല ഇടിപ്പിച്ചുകൊണ്ട് മുഖം പൊത്തിയിരുന്ന് വാവിട്ട് കരയുന്നവനെ കാണെ അമലും ഫായിസും അമ്നയും വേദനയോടെ പരസ്പരം നോക്കി. സമാധാനിക്കടാ, നമുക്കെല്ലാം ശരിയാക്കാം, അമൽ അവൻ്റെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും കരച്ചിലടക്കാൻ കഴിയാതെ കാശി വിങ്ങി കരയുന്നുണ്ടായിരുന്നു. ആണുങ്ങളിങ്ങനെ ആർത്തലച്ച് പദം പറഞ്ഞ് കരയുമോ? മനസ്സ് നൊന്നുപോയാൽ ആണുങ്ങളും കരയുമെന്ന് അമ്നയ്ക്ക് ആ നിമിഷം മനസ്സിലായിരുന്നു. ഒരാണ് നിലവിളിച്ച് കരയുന്നത് ആദ്യമായി കണ്ട സങ്കടത്തോടെ അവൾ ഓർത്തു. എനിക്ക് അവളെ, എൻ്റെ അമ്മയെ പിച്ചു ചിന്താൻ കാരണക്കാരിയായ, അതിന് കൂട്ടുനിന്ന അവളെ എനിക്ക് തീർക്കണം. ഇനി ആ നെറികെട്ടവൾ ജീവിക്കാൻ പാടില്ല. അമലിൻ്റെയും ഫായിസിനെയും തള്ളി മാറ്റി നിലത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റു കാശി. അവിടെ നിന്നേ കാശി, ഇടത്തു ചാടി ഓരോന്ന് ചെയ്തു വെക്കരുത്. ഫായിസ് അവനെ പിന്നിൽ നിന്ന് ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. കാശിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് ഹേമയെ കയ്യിൽ കിട്ടിയാൽ തീർത്ത് കളയും എന്നവർക്ക് ഓരോരുത്തർക്കും ഉറപ്പായിരുന്നു. എടുത്തു ചാടിയോ? ഞാനോ? എൻ്റെ അമ്മയെ കൊല്ലാകൊല ചെയ്തിട്ട് എൻ്റെ അച്ഛനെയും തട്ടിയെടുത്തവളെ ഞാൻ പിന്നെ പൂജാമറിയിൽ വെച്ച് പൂജിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നെ പിടിച്ചു വയ്ക്കാതെ വിട്. കാശി അവരുടെ കയ്യിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. അവൻ്റെ മുഖവും ശബ്ദവും പെരുമാറ്റവുമൊക്കെ മറ്റൊരാളുടേതുപോലെ തോന്നിച്ചു. കാശി, നീ ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കടാ. അവളെ കൊന്നാൽ നിന്റെ അമ്മയ്ക്ക് പറ്റിയ കളങ്കം മായ്ച്ചു കളയാൻ പറ്റുമോ? അമ്മയ്ക്കും നിനക്കും നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടുമോ? അവനെ ബലമായി പിടിച്ച് സോഫയിൽ ഇരുത്തിയിട്ട് അമൽ ചോദിച്ചു. അതുകൊണ്ട് എന്താ? എൻ്റെ അമ്മയ്ക്ക് പറ്റിയ കളങ്കം അവരെ തീർത്ത് കളഞ്ഞ് ഞാനത് മായ്ക്കും. നാളെ എൻ്റെ അമ്മ സ്വബോധത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കാൻ ആ വാർത്ത മതി. കാശി പാറിപ്പറന്ന മുടിയോടെ ചുവന്ന മുഖത്തോടെ കലങ്ങിയ കണ്ണുകളോടെ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി. എടാ, നീ ഒന്ന് സമാധാനിക്ക്, അവൻ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിടടാ, എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ അടങ്ങി നിൽക്കുമായിരുന്നോ നീ? അമലിനെ പിടിച്ചു തള്ളിക്കൊണ്ട് കാശി ചോദിച്ചു. അവൻ്റെ മുഖം ചുവന്നു വല്ലാതെയായിരുന്നു. നോക്കാൻ പോലും പേടി തോന്നും വിധത്തിൽ ആ മുഖം വികൃതമായതുപോലെ തോന്നിച്ചു. പിന്നെ എഴുന്നേറ്റ് ചെല്ല് കാശി. നീ വിട് അമലെ, ചെന്ന് ആ മോളെ കൊല്ലട്ടെ. എന്നിട്ട് ഞങ്ങളുടെ കൊച്ചിനെ അത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം കണ്ണീരിൽ ആഴ്ത്തിയിടട്ടെ ഇവൻ. കാശിയെ സെറ്റിലേക്ക് തള്ളിക്കൊണ്ട് രോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഫായിസ് കാശിക്കടുത്ത് തലയിൽ കൈതാങ്ങി കുനിഞ്ഞിരുന്നു. അപ്പൂനെ ഓർത്തുള്ള ടെൻഷൻ കൊണ്ട് അവൻ വല്ലാതെ വിറച്ചു. നോക്ക് കാശിച്ചേട്ടാ, ആ ഫോണുകൾ നോക്ക്. നിങ്ങളുടെ ഉൾപ്പെടെ ആ ഫോണുകൾ ഓരോന്നും നോക്ക്. എത്ര വട്ടം ഓരോരുത്തരെയും അവൾ വിളിച്ചിട്ടുണ്ടെന്ന്. അച്ചു കൂടെ ഉണ്ടെങ്കിലും ആ പ്രാണൻ പിടഞ്ഞുള്ള വിളി നിങ്ങൾ ഓക്കെയാണോ എന്നറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ അവരെ കൊല്ലാൻ നിൽക്കുവാണ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ കോളുകൾ ഒന്നുപോലും അറ്റൻഡ് ചെയ്യാത്തത്. ദേഷ്യത്തോടെ അതിലേറെ വേവലാതിയോടെ ഇരിക്കുന്ന ഫായിസിനെയും സങ്കടത്തിൽ കാശിയെ നോക്കുന്ന അമലിനെയും നോക്കിയിട്ട് അമ്ന കാശിയുടെ അരികിലിരുന്ന് മെല്ലെ പറഞ്ഞു. അപ്പൂട്ടൻ. കാശിയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. കുറച്ചു നേരത്തേക്കെങ്കിലും എൻ്റെ അപ്പൂട്ടനെ ഞാൻ മറന്നുപോയോ? അവന് ശ്വാസം വില്ലങ്ങി. കാശി നെഞ്ചൊന്നു തിരുമ്മി ശ്വാസം വലിച്ചെടുക്കാൻ നോക്കി. എന്താ കാശി? എന്താടാ? പേടിപ്പിക്കല്ലേടാ? കാശിയെ ചുറ്റുപിടിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു അമലും. ഒന്നുമില്ലടാ. കാശി നിവർന്നിരുന്ന് മുഖമമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. അവനുള്ളിൽ നിറദീപം പോലെ ഒരുവളുടെ മുഖം നിറഞ്ഞതും അതുവരെ അടങ്ങാത്ത തിരയടിച്ച മനസ്സ് ശാന്തമാകുന്നത് കാശി അറിഞ്ഞു.
കാശി. ഫായിസ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. കാശി മെല്ലെ ഒന്ന് മൂളി. അവളെ, ആ ഹേമയെ വെറുതെ വിടണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. അവളെ നോവിച്ചു തുടങ്ങിയാൽ പിന്നെ മരിക്കുവോളം അവൾ ആ നോവ് അറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരിടത്തും അവൾക്ക് ഒരു ശാന്തത കിട്ടരുത്. അതിന് എന്താ വേണ്ടതെന്ന് നല്ലോണം ആലോചിച്ച് ചെയ്യണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. എന്ത് ചെയ്യുമ്പോഴും നിന്നെ പ്രതീക്ഷിച്ച് അപ്പവും. നാളെ ഒരിക്കൽ എല്ലാം ഭേദമായി നിന്റെ അമ്മയും നിനക്കൊപ്പം ഉണ്ടാകുമെന്ന് ചിന്തിച്ചു വേണം എന്തിനും ഇറങ്ങി പുറപ്പെടാൻ. ഒരിക്കലും അവൾക്ക് ശിക്ഷ കൊടുത്ത പേരിൽ നിന്റെയും അപ്പുവിൻ്റെയും ജീവിതമൊന്നും അല്ലാതെയായി പോകരുത്. നിനക്ക് ഒരു പോറൽ പറ്റിയാൽ പോലും അവൾക്ക് സഹിക്കാൻ പറ്റില്ല. മുന്നത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ? അവനെ ചേർത്ത് പിടിച്ച് ഇടവും വലവും ഇരുന്ന് അമലും ഫായിസും ഒരുപോലെ പറഞ്ഞു. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. അവർ ഓമനിച്ച് വളർത്തിയ മകനിൽ നിന്ന് തന്നെ ആദ്യത്തെ അടി കിട്ടട്ടെ. അത് കാണാൻ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ക്രൂരമായ ചിരിയോടെ ഫോൺ ഓൺ ചെയ്ത് സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ മുഴുവനായി റെക്കോർഡാക്കിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കി കാശി. ദേ കാശിയേട്ടൻ വന്നടി, ഇനി ഞാൻ പോവുക. സിറ്റൗട്ടിലെ സോപാനപ്പടിയിൽ ഇരിക്കുകയായിരുന്ന അച്ചു ഗേറ്റ് കടന്ന് വരുന്ന കാശിയെ കണ്ടതോടെ പോകാനിറങ്ങിയിട്ട് പറഞ്ഞു. പോവാനിറങ്ങിയ അച്ചു, ഞാൻ കൊണ്ടുവിടാം വാ. കാശി ബുള്ളറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് അച്ചുവിനെ വിളിച്ചു. ഒപ്പം സിറ്റൗട്ടിൽ മുഖമുയർപ്പിച്ച് നിൽക്കുന്നവളെ ഒന്ന് പാളി നോക്കുകയും ചെയ്തു. വേണ്ടേട്ടാ, ഞാൻ പൊയ്ക്കോളാം. നേരം ഇരുട്ടിയിട്ടില്ലല്ലോ. ആദ്യം ചെന്ന് എൻ്റെ അപ്പൂസിനെ തണുപ്പിക്ക്. വിളിച്ചിട്ട് ചേട്ടൻ ഫോൺ എടുത്തില്ലല്ലോ. ആകെ ചൂടിലാണ് ആൾ. ഒരു ചിരിയോടെ കാശിയോട് പറഞ്ഞിട്ട് അച്ചു തുറന്ന ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ബുള്ളറ്റ് ഒതുക്കി വെച്ച് ഗേറ്റ് മടച്ച് അകത്തേക്ക് കയറി വരുന്നതിനെ കണ്ട് അപ്പു വെട്ടിത്തിരിഞ്ഞ് മുറിക്കുള്ളിൽ കയറിപ്പോയി. ആലോചനയോടെ മുൻവാതിൽ അടച്ചു കുറ്റിയിട്ട് കാശിയും അവൾക്ക് പിന്നാലെ ചെന്നു. അപ്പു, കാശി മെല്ലെ വിളിച്ചുകൊണ്ട് ബെഡിലിരുന്നവൾക്ക് അരികിലിരുന്നു കൊണ്ട് വിളിച്ചു. ആ ഹേമയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കാനാണ് കാശിയേട്ടൻ തീരുമാനിച്ചത്? അതെന്തായാലും പുഴുത്ത പട്ടിയെപ്പോലെ ആ സ്ത്രീയെ എല്ലാവരും ആട്ടി ഓടിക്കണം. മകനും ഭർത്താവും ബന്ധുക്കളും ഒക്കെ അവരെ വെറുക്കണം. അവർ എൻ്റെ അമ്മയെ എത്രയോ വട്ടം പിഴച്ചവളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ? അമ്മായി മറ്റാർക്കൊപ്പമോ ഓടിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റും ചെയ്തിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് കാശിയേട്ടാ അവരെ രണ്ടാളെയും പറയാൻ? ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ, എല്ലാത്തിൽ നിന്ന് ഓടി ഒളിക്കാനാവാതെ പകച്ചു നിൽക്കണം അവർ, നമ്മുടെ അമ്മമാർ നിന്നതുപോലെ. കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പു പകയോടെ പറഞ്ഞു. അവളെ കൊന്നു കളയണം എന്നാണ് അപ്പു ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഫായിസും അമലും പറഞ്ഞതുപോലെ ആ നുറുകെട്ടവളെ കൊന്നിട്ട് ഞാൻ എന്തിന് ജയിലിൽ പോകണം? ആലോചിച്ചപ്പോൾ തോന്നി, നീ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നാണം കെട്ട് ആരും അടുത്തേക്ക് അടുപ്പിക്കാതെ വെറുത്ത് ഓടിക്കണം ആ സ്ത്രീയെ. അതെനിക്ക് എൻ്റെ അമ്മയ്ക്കൊപ്പം കൺകുളിർക്കെ കാണണം. അപ്പുവിൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കാശി പറഞ്ഞു. അപ്പോൾ അയാളുടെ ശിക്ഷയോ? ആ കാര്യസ്ഥൻ്റെ? അപ്പു ആകാംക്ഷയോടെ തിരക്കി. ഞാൻ അന്വേഷിച്ചു. അയാളിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അപ്പോൾ ലിവർ ക്യാൻസറാണ്. കൂടിയാൽ ഒരാഴ്ച എന്നാണ് പറഞ്ഞത്. ഇനിയും എന്ത് ശിക്ഷയാണ് അയാൾക്ക് കിട്ടേണ്ടത്? പക്ഷേ അയാൾ പോകും മുമ്പ് ഞാൻ ഒന്നുപോയി കാണുന്നുണ്ട് ആ നായെ. അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ എന്താ മോനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്നെ വിശ്വാസമില്ലേ നിനക്ക്? ഒരുപാട് മാറ്റമില്ലെങ്കിലും പഴയ ഓർമ്മകൾ പൂർണ്ണമായി കിട്ടിയില്ല എങ്കിലും നീ മകനാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തനിയെ എഴുന്നേറ്റ് പതിയെങ്കിലും നടക്കും വിധത്തിൽ കുറച്ചുകൂടെയൊക്കെ മെച്ചമുണ്ടാകും എന്നാണ് സ്വാമിയും പറഞ്ഞത്. കാശിയുടെ അമ്മയുടെ ചികിത്സ ഇനി മലപ്പുറത്തെ ഒരു ആശ്രമത്തിലാവാമെന്നും അവിടെ നിന്നും ഒരു മാറ്റമുണ്ടാകുമെന്നും അബൂബക്കർ വിളിച്ചു പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് ഇസ്മയിലും. കൂടെ അലീഷയും അമ്നയും ഫായിസും ഒക്കെ ഉണ്ട്. അരുന്ധതിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതാണെന്നും മനുവിൻ്റെ വീട്ടിലുണ്ടെന്നും പഴയതൊന്നും ഓർമ്മയില്ല, ഒപ്പം നടക്കാനും കഴിയില്ല എന്നത് മാത്രമേ ഫായിസ് അവരുടെ എല്ലാ ബന്ധുക്കളോടും പറഞ്ഞിട്ടുള്ളത്. കാശി, ആലോചനയോടെ ഇരിക്കുന്നവനെ വീണ്ടും വിളിച്ചു ഇസ്മായിൽ. വിശ്വാസമാണ് അങ്കിള്. പക്ഷേ അമ്മ ഒറ്റയ്ക്കെങ്ങനെ അവിടെ? കൂടെ സ്ത്രീകൾ ആരെങ്കിലും വേണ്ടേ? പറഞ്ഞിട്ട് കാശി വേവലാതിയോടെ മുഖമുയർത്തി ഇസ്മായിലിനെ മനസ്സിലാകാത്ത വിധത്തിൽ മനുവിനെ നോക്കി. ഞാൻ നിന്നോളാം കാശിയേട്ടാ, അമ്മായിയുടെ കൂടെ നല്ലോണം നോക്കുകയും ചെയ്തോളാം. അപ്പു പറയുന്നത് കേൾക്കെ മനുവും കാശിയും അവളെ നോക്കി ചെറുങ്ങനെ പുഞ്ചിരിച്ചു. അതിനവിടെ ആരും കൂടെ നിൽക്കേണ്ട, അവിടെ ഉള്ളവർ തന്നെ ആളെ നോക്കിക്കൊള്ളും, അലീഷ പെട്ടെന്ന് തന്നെ പറഞ്ഞു. എങ്കിലും ഒറ്റയ്ക്ക് എനിക്കെന്തോ. കാശി വല്ലായ്മയോടെ എല്ലാവരെയും മാറി മാറി നോക്കി. ഒരു കാര്യം ചെയ്യപ്പോ, കുറച്ച് ദിവസം അറക്കൽ പോയി നിൽക്കട്ടെ. അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ചെന്ന് കാണാമല്ലോ. അവൾ അവിടെ ഉണ്ടെന്നുള്ള സമാധാനം കാശി ചേട്ടനും ഉണ്ടാവും. അമ്ന കള്ളത്തരം ഒളിപ്പിച്ചൊരു ചിരിയോടെ കാശിയെയും അപ്പുവിനെയും നോക്കി. എൻ്റെ അമ്മോ, നീ ഒന്നും മിണ്ടാതിരുന്നേ. തറവാട്ടിലേക്ക് കാശിയും അപ്പവും ഒരുമിച്ച് വന്നാൽ മതി. തൽക്കാലം അമ്മയെ സ്വാമിയുടെ ആശ്രമത്തിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം. അമ്ന പറയുന്നത് കേട്ട്
മങ്ങിയ കാശിയുടെ മുഖം കാണെ ഇസ്മയിൽ കണ്ണുരുട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഞാനും വരുന്നുണ്ട് ഏട്ടാ ആൻറ്റിക്കൊപ്പം. മനു കാശിയുടെ അടുത്തേക്ക് നീങ്ങി ചേർന്നിരുന്നു മെല്ലെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അമ്മയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വച്ച് പറയാൻ കഴിയാത്ത ആ അവസ്ഥ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. നമുക്ക് ഒരുമിച്ച് തന്നെ അമ്മയെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. അവരിപ്പോൾ ആദ്യത്തെ സെക്ഷൻ 1 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിയാനാവുമ്പോൾ ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് എല്ലാവർക്കും കൂടെ പോകാം. അമ്മയെയും കൂട്ടി അറയ്ക്കലും പോയിട്ട് വരാം. മനുവിൻ്റെ തോളിൽ തട്ടി അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ആ വേദന അറിഞ്ഞതുപോലെ കാശി കണ്ണുകൾ ചിമ്മി സ്നേഹത്തോടെ അലിവോടെ പറഞ്ഞു. ഒടുവിൽ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ അരുന്ധതിയെ മലപ്പുറത്തെ ആശ്രമത്തിൽ എത്തിക്കാം എന്നൊരു തീരുമാനത്തിൽ എല്ലാവരും സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞു.